എൻ ഡി എയുടെ ഇത്തവണത്തെ സീറ്റ് വിഭജനം വളരെ രസകരമാണ്. എന്താണ് ബി ജെ പി ലക്ഷ്യമിടുന്നതെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. ഒന്നാം ഘട്ടം വന്നിട്ടുള്ളൂ ബി ജെ പിയുടെ, ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ ബാക്കിയുള്ളത്. അല്ല, ഇതിനകത്ത് 2020 എത്ര സീറ്റാണ് കൊടുത്തിരിക്കുന്നത്? ആ സത്യം പറയാൻ നമുക്കിപ്പോൾ അറിയില്ല എന്നുള്ളതാണ്. വരുന്നവരെല്ലാം 2020 സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു. ഇപ്പോൾ ഈ സെലിബ്രിറ്റികൾ വരുന്നവരെല്ലാം 2020 ആണ്. അതെ. അതുപോലെ ബി ഡി എസ് എത്ര സീറ്റിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടെന്നും അറിയില്ല. ബി ഡി എസ് കഴിഞ്ഞ ദിവസം കുറെ ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അത് ഇനി എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. ബാക്കി ഇനിയും പ്രഖ്യാപിക്കാൻ കിടക്കുന്നു. ഈ കടുത്തുരുത്തി സീറ്റ് ഇപ്പം ബി ഡി ജെ എസിനാണെന്ന് പറയപ്പെടുന്നു, പ്രഖ്യാപിച്ചെന്ന് തോന്നുന്നു. അവിടെ നമ്മുടെ ബി ജെ പി വിട്ട CPM വിട്ട് ബി ജെ പി ചേർന്ന് റസൽ ലൂക്കോസ് സ്ഥാനാർത്ഥിയാവുന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വാർത്തകളൊക്കെ വന്നിരുന്നത്. ഇപ്പോൾ എല്ലായിടത്തും വന്നിട്ടുണ്ട്. ഇപ്പൊ കോൺഗ്രസിൽ വന്ന സന്ദീപ് വാര്യർക്ക് സീറ്റില്ല, ഇതുവരെ ഇല്ല, ഇനി ഉണ്ടോയെന്ന് അറിയില്ല. അതുപോലെ ഇപ്പം തലേന്ന് ഇങ്ങോട്ട് വന്ന് മെമ്പർഷിപ്പ് എടുത്ത റെജി ലൂക്കോസിന് സീറ്റില്ല. അപ്പോൾ ഇപ്പം ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ സെലിബ്രിറ്റി സ്റ്റാറ്റസുമായിട്ട് എൻ ഡി എ നിൽക്കുന്നത് 2020 സീരിയൽ, സിനിമ, സോഷ്യൽ മീഡിയ ഷെൽ കമ്പനി എന്ന് പറയാം, ബി ജെ പിയുടെ ഷെൽ കമ്പനി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബി ജെ പിയിൽ ഡയറക്റ്റ് പോകാൻ മടിയുള്ളവർക്ക് ഈ ഷെൽ കമ്പനിയിൽ ചേരാം. അതാണ് അതുവഴി ഡയറക്റ്റ് എൻട്രിക്ക്. പക്ഷെ ഇതൊക്കെ ഞാൻ ഇന്നലെയും ചിന്തിച്ച ഒരു കാര്യം. ഇപ്പൊ നമ്മൾ ബി ജെ പി കുറെ സീറ്റ് ഘടകകക്ഷികൾക്ക് കൊടുക്കും, കുറെ പേരെ അവരവിടെ മത്സരിക്കും. ഇനി ഒരിക്കൽ ബി ജെ പി സീരിയസ് ആയിട്ട് കേരള സംസ്ഥാനത്ത് ഒരു ഇലക്ഷൻ നേരിടുന്ന ഒരു സമയം വരും. ഇവരൊന്നും സീരിയസ് അല്ലല്ലോ, നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ സീരിയസ് ആയിട്ട് ഇലക്ഷൻ നേരിടുന്ന സമയത്ത് ഇത്തരം സ്ഥാനാർത്ഥികളെ പോയിട്ട് ഇത്തരം ഘടകകക്ഷികൾ പോലും എൻ ഡി എയിൽ ഉണ്ടാവില്ല. ഇന്നിപ്പോ മറ്റേ കാമരാജ് കോൺഗ്രസ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, അദ്ദേഹത്തിന്റെ രസകരകാരം, അദ്ദേഹത്തെ ഇറങ്ങി UDF എന്താണ് അഡ്ഹോക്ക് എന്തെന്നോ എന്തോ ഒരു കമ്മിറ്റി അംഗമായിട്ട് അവരെ പാർട്ടിയെ തെരഞ്ഞെടുത്തു പറഞ്ഞാൽ പുള്ളി വൈകിട്ട് നിശ്ചയിച്ചു. അതെ, ഞങ്ങൾ പോയിട്ടില്ല, ഞങ്ങൾ UDF വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇദ്ദേഹത്തെ തേച്ചു. പാറശാലയാണ് 3 സീറ്റ് ചോദിച്ചു. 3 സീറ്റ് ചോദിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ അദ്ദേഹം എൻ ഡി എ കളിയാക്കും, ബി ജെ പിയെ കളിയാക്കി രംഗത്ത് വന്നിരിക്കുക. ബി ജെ പിയുടെ 70 സീറ്റ് കിട്ടും, അവർ ഭരണത്തിൽ വരും, ഞങ്ങളുടെ 3 സീറ്റ് കൂടെ അവരങ്ങ് എടുത്തോ, അങ്ങനെ 73 സീറ്റ് കൂടെ നിങ്ങളങ്ങ് ഭരിച്ചോ എന്നാണ്. അല്ല, ഈ അവരെ സംബന്ധിച്ചിടത്തോളം തെക്കൻ തിരുവിതാംകൂർ, തെക്കൻ ജില്ലകളൊക്കെ തന്നെ ഉള്ള നാടാർ സമുദായത്തിന്റെ ഒരു പിന്തുണ അവകാശപ്പെടുന്നതാണ് ഈ സംഘടന. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാമരാജ് കോൺഗ്രസ് എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ പേര് ആദ്യം ഇപ്പോഴാണ്, ഇന്നാളില്ല ഈ പറയുന്നത്. അതെ, UDF പോകുന്നു എന്നങ്ങോട്ട് പറഞ്ഞപ്പോഴാണ് ആദ്യം ഈ പേര് പുറത്തു വരുന്നത്. അതെ, ഇപ്പോഴാണ് രണ്ടാമത് ഈ കാമരാജ് കോൺഗ്രസ്. അപ്പോൾ ഈ വാർത്തകൾ വരുന്ന സോഷ്യൽ മീഡിയയിൽ വിവിധ ചാനലുകളുടെ ഈ വാർത്ത വരുമല്ലോ, അതിൻ്റെ അടിയിലെ കമന്റ് വായിക്കുമ്പോൾ ഇതെന്ത് പാർട്ടിയാണ്, ഇത് എപ്പോൾ വന്ന് ഇങ്ങനൊരു പാർട്ടി എന്ന ആൾക്കാർ. ഈയിടയ്ക്ക് രണ്ടുപേരോടെ വന്നിരുന്നു. അവരെന്തോ ഒരു ദേശീയ പാർട്ടി ഉണ്ടാക്കി ഞങ്ങൾ NDA ചേരാൻ പോകണം എന്ന് പറഞ്ഞു. കയറ്റിയോ അറിഞ്ഞൂടാ, എന്നാൽ രണ്ടുപേരോടെ വന്നിരുന്നു. നമ്മൾ കേട്ടിട്ടോ കണ്ടിട്ടോ ഇല്ലാത്ത 2 മനുഷ്യർ. പക്ഷേ NDA പോയ കുറേ ആശയമുണ്ട്. ഹം പാർട്ടി ബീഹാറിലെ പാർട്ടിയാണ്. അപ്പോൾ ഈ ഹം പാർട്ടിയിലാണ് ഇവിടുത്തെ 1-2 ക്രിമിനൽസ് കൂടി ഹം പാർട്ടി കേരളത്തിൽ കൊണ്ട് നമ്മുടെ താമരാക്ഷ സാറുണ്ട്, AV താമരാക്ഷ സാറിന്റെ JSS സഹിതം ഇതിനകത്തങ്ങ് ലയിപ്പിച്ചു. ആ ലയിക്കുന്ന വേദിയിൽ ഒരു 10 ബിഷപ്പുമാർ. ഈ ബിഷപ്പുമാർ ഇവിടെ കൊല്ലത്തുള്ള ഒരു വിവാദ ബിഷപ്പ് അടക്കം കടപ്പാക്കടമെത്ര, ഇവരെല്ലാം ഇതിനകത്തുണ്ട്. അവസാനം നമ്മൾ തന്നെയാണ് കൊടുത്ത സ്റ്റോറി. ഇത് സംഘടിപ്പിച്ചവൻ നമ്പർ 1 ക്രിമിനൽ കേസ് പ്രതിയാണ്. അപ്പോൾ ഇവൻ ഈ ഹം പാർട്ടി എന്ന് പറയുന്ന ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യയിലെ ഘടകകക്ഷിയാണ് ഈ ഹം പാർട്ടി. അവിടെ നിന്ന് അവരുടെ ഇതിലെടുത്ത് ഇവിടെ വന്നിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ BJP ചെന്നിരിക്കും. അതിലൊക്കെ രസം നമ്മൾ ആലോചിക്കണം. ഈ ഹം പാർട്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു സെക്രട്ടേറിയറ്റ് മാച്ച് നടത്തുന്നു. അത് ഉദ്ഘാടനം ചെയ്ത V മുരളീധരൻ. ഘടകകക്ഷി എന്നുള്ള നിലയിൽ എന്നാൽ ഈ കൊണ്ടുവച്ചിരിക്കുന്നവൻ സ്വർണ്ണക്കടത്തോ കുഴൽപ്പണക്കേസോ അങ്ങനെ കുറേ കേസിൽ പ്രതിയാണ്. ഇവർ പലപ്പോഴും സംഭവിക്കാറില്ല, ഇവരൊന്നും അന്വേഷിക്കും, പുറപ്പെടും. ഇപ്പൊ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ എവിടെയൊക്കെയോ കുറെ സീറ്റ് 2020 കൊടുത്തു. ഇപ്പൊ ഈ പറഞ്ഞ അതുകൊണ്ട് തന്നെ ഇപ്പം പല സ്ഥലങ്ങളിലും ഇപ്പം കുമ്മനം രാജശേഖരനും ശ്രീധരൻ പിള്ളയ്ക്കും MT രമേശിനും ഒന്നും മത്സരിക്കാൻ സീറ്റ്. കൃഷ്ണകുമാറിനില്ല. അതുപോലെ എനിക്ക് തോന്നുന്നു AN രാധാകൃഷ്ണനും ഇല്ലെന്ന് തോന്നുന്നു, ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇങ്ങനെ കുറെ ആൾക്കാർക്കുള്ള സീറ്റുകൾ ഇല്ലാതായിരിക്കുകയാണ്. ഇല്ല, ഇപ്പൊ കഴിഞ്ഞ വർഷം മത്സരിച്ച കുറെ പേരുണ്ട്. പന്തളം പ്രതാപൻ കോൺഗ്രസ് വിട്ട്, അദ്ദേഹത്തിന്റെ ഒന്നും പേര് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. കാരണം അടൂരാണ് കഴിഞ്ഞാണ് അദ്ദേഹം മത്സരിച്ചത്, അദ്ദേഹത്തിന്റെ ഒന്നും പേര് വന്നിട്ടില്ല. അത് വേറൊരു കാര്യം കൂടെ അതിനിടയ്ക്ക് സംഭവിച്ചു. ഇപ്പൊ നമ്മൾ ആലോചിക്കുന്നത് പന്തളം പ്രതാപൻ അന്ന് BJP പോയിരുന്നത് ഇന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി. പലർക്കും പറ്റി. നമ്മുടെ ഡോക്ടർ സരിൻ, അതെ, അദ്ദേഹം CPM പോയില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ഈ BJP ഘടകകക്ഷികളുടെ ഇടയിൽ ഒരു വിഷയം, ഘടകകക്ഷിയുടെ ഇടയിൽ വിഷയമില്ല. കാരണം അവർ കുറേ പേരെ വെക്കുന്നു, സീറ്റ് കൊടുക്കുന്നു.
ഇപ്പം കൃഷ്ണപ്രിയ എന്ന് പറയുന്ന നടി വരുന്നു, ഏതാ 2020 കൂടെ. വീണ നായർ വരുന്നു, അഞ്ജലി നായർ വരുന്നു, അഖിലമാരാർ വരുന്നു. അങ്ങനെ കുറേ പേരെ കൊണ്ടുവന്ന് അവർ അത് വെച്ച് പ്രഖ്യാപിക്കും. ഉമ്മൻചാണ്ടിയുടെ മരുമകൻ വർഗീസ് ജോർജ് ഡോക്ടർ, അദ്ദേഹം വരുന്നു, കൊടുങ്ങല്ലൂരിലേക്ക് വരുന്നു. അങ്ങനെ അവർ പോകുന്നു. അപ്പം BDJSന്റെ സ്ഥാനാർത്ഥികളെന്ന് പറഞ്ഞാൽ BDJS ഇത്തവണ യാതൊരു ഒരു ജാഗ്രത ഇല്ല ഇത്തവണ മത്സരിക്കുന്ന കാര്യം. അതല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ് BJP. അവരാണ് ഈ NDA നയിക്കുന്നത് കേരളത്തിൽ. അങ്ങനെയുള്ളൊരു പാർട്ടി ഇത് കുറച്ചുകൂടെ ഗൗരവതരമായി എടുക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഘടകകക്ഷികൾക്ക് കുറച്ച് സീറ്റ് കൊടുത്താൽ മതി. ബാക്കി BJP നല്ല ആളുകളെ കണ്ടെത്തി അവരെ, ഇപ്പോൾ സെൻകുമാർ സാറുണ്ട്, അല്ലെങ്കിൽ ഡോക്ടർ ജേക്കബ് തോമസ്, അങ്ങനെ എത്രയോ പേരുണ്ട് അവർ പാർട്ടിയിൽ ചേർന്ന ആൾ തന്നെ, എത്ര പ്രഗത്ഭരായ ആളുണ്ട്. അവരെയൊക്കെ കൊണ്ടുവരണം. റെജി ലൂക്കോസിനെ സീറ്റ് വാഗ്ദാനം ചെയ്തായിരിക്കാം കൊണ്ടുവന്നത് അല്ലേ? സാധ്യത കളയാൻ പറ്റില്ല. റെജി ലൂക്കോസിനെ സീറ്റ് വാഗ്ദാനം ചെയ്ത് കൊണ്ടുവന്നു. അദ്ദേഹം ക്നാനായ സമുദായത്തിൽ, കടുത്തുരുത്തിയിൽ അത്യാവശ്യം നല്ല ഒരു സാമുദായിക ബലമുള്ള ഒരു വിഭാഗമാണ്. അപ്പോൾ അവിടെ അപ്പം ക്നാനായ വിഭാഗത്തിന് അവർ അതൃപ്തിയിലാണെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ക്നാനായ വിഭാഗം ഇദ്ദേഹത്തിന് സീറ്റ് കൊടുത്താൽ ഇദ്ദേഹം ക്നാനായ വിഭാഗത്തിൻ്റെ വോട്ട് കൊണ്ട് ജയിക്കുമെന്നൊന്നുമില്ല. എങ്കിൽ പോലും ഞങ്ങളുടെ ഒരാളെ NDA പരിഗണിച്ചല്ലോ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗത്തിൽ. അതിനടുത്ത മണ്ഡലങ്ങളിലാണ് പിന്നെ നമ്മുടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉൾപ്പെടെ മത്സരിക്കുന്നത്. അതെ, ജില്ലയിലാണ് ചേർന്ന. അത് ഇത് പറഞ്ഞു വരുമ്പോൾ നമ്മൾ മറ്റൊന്നുകൂടി പറയണം. ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടി കഴിഞ്ഞ വർഷം ഒരു സീറ്റ് കൊടുത്തിരുന്നു. ആ സീറ്റ് ആറന്മുളയായിരുന്നു. ബിജു മാത്യു എന്ന് പറയുന്ന വീണ ജോർജിൻ്റെ മുമ്പ് പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്ന ആളാണ്. വീണ ജോർജിനെ നേരിടാൻ ഈ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തെ കൊണ്ടുവന്നു. അദ്ദേഹം 28,000-29,000 വോട്ട് പിടിച്ചു. പക്ഷേ വീണ ജോർജിൻ്റെ ഭൂരിപക്ഷം അപ്പോഴും 19,000 കവിഞ്ഞു. അപ്പോൾ ഈ ബിജു മാത്യുവിന് കുന്നംകുളം കൊടുക്കാമെന്നാണ് പറഞ്ഞു. ഓർത്തഡോക്സ് സഭയുടെ ഒരു ശക്തി കേന്ദ്രമാണ് കുന്നംകുളം. പക്ഷേ കുന്നംകുളം ഘടകകക്ഷിയായിട്ടുള്ള BDJSന് കൊടുത്തു. BDJSനാണോ 2020-ക്കാണോ അവർക്ക് കൊടുത്തു. അപ്പോൾ ബിജു മാത്യുവിന് ഇനി സീറ്റില്ല. അതിന് ഉടുമ്പൻചോല BDJSന് കൊടുത്തു. അതെ, ഉടുമ്പൻചോല BDJSന് കൊടുക്കാൻ ഒരു കാരണമുണ്ട്. ഈഴവ മെജോറിറ്റി ഉള്ള ഒരു, എനിക്ക് തോന്നുന്നു മലനാട് SNDP യൂണിയനൊക്കെ അതിൽ പെട്ടതായിരിക്കും. ഉടുമ്പൻചോല ഈഴവ മെജോറിറ്റി ഉള്ള ഒരു മണ്ഡലമാണ്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ആറന്മുളയിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ആറന്മുളയിൽ ഈ ബിജു മാത്യുവിനെ മാറ്റിയിട്ട് അവിടെ BDJSന് ഒരു ക്ലെയിം വന്നിട്ടുണ്ട്. ഇനി അഥവാ അവിടെ കുമ്മനമോ ശ്രീധരൻപിള്ളയോ രമേശോ വന്നുകൂടാഴികയില്ല, ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെന്നാണ് നമ്മൾ പറയുമ്പോൾ. ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ആ ഒരു കോൺടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. പിന്നെ ഇത് ഇവരെ പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ നീയൊക്കെ എന്തോടെ രാവിലെ വന്നിരുന്ന് പറഞ്ഞതെന്ന് നമ്മുടെ പ്രേക്ഷകർ ചോദിക്കാതെ അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഈ കുമ്മനം രാജശേഖരനൊക്കെ മത്സരിക്കേണ്ട ആളുകളാണ്. കുമ്മനാണേലും MT രമേശ് ആണേലും. കാരണം നമുക്കറിയാം ഇവരൊക്കെ മത്സരിച്ച് BJPയുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചുകൊണ്ട് വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ. ശോഭാ സുരേന്ദ്രനും കുമ്മനൊക്കെ എവിടെ മത്സരിച്ചാൽ അവർ വോട്ട് വിഹിതം വർദ്ധിക്കും. MT രമേശ് കണ്ണൂരിൽ നിന്ന് 2 വട്ടം പത്തനംതിട്ട വന്ന് മത്സരിച്ചു. ഒരിക്കൽ ആറന്മുളയിൽ മത്സരിച്ചു, ഒരിക്കൽ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലും മത്സരിച്ചു. ഈ രണ്ടിടത്തും അദ്ദേഹത്തിന് നന്നായി വോട്ട് ശേഖരിക്കാൻ കഴിഞ്ഞു. അവിടെയാണ് അതിൻ്റെ ഒരു നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പോൾ K സുരേന്ദ്രൻ അവിടെ നിന്ന് വന്നു, പിന്നെ 2 തവണ കോന്നിയിൽ മത്സരിച്ചു നിയമസഭയിൽ, 1 വട്ടം പാർലമെൻറ്റിൽ പത്തനംതിട്ട മത്സരിച്ചു. വളരെ വലിയ ഒരു തീർത്തും ഇങ്ങനെ ചിതറിക്കിടന്നിരുന്ന ആ BJPയെ ഒന്ന് ഉണർത്താൻ എന്തായാലും അവർക്ക് സാധിച്ചു. അപ്പം ഇപ്പം ഈ പറയുന്ന ചെങ്ങന്നൂർ വിഷയം കനത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം സന്ദീപ് വചസ്പതി പ്രചാരണം ആരംഭിച്ച മണ്ഡലമാണ്. അവിടെ നിന്നാണ് അദ്ദേഹത്തെ ഹരിപ്പാടിന് മാറ്റിയത്. അത് ശ്രീധരൻപിള്ള ഇവിടെ മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ മാറ്റിയത്. എന്നിട്ടാണ് ഈ കഴിഞ്ഞ തവണ ബ്ലോക്കിൽ 500-600 വോട്ടിന് തോറ്റ ഗോപകുമാറിന് സീറ്റ് കൊടുത്തിരിക്കുന്നത്. സജി ചെറിയാനുമായിട്ട് ഒരു ബാന്ധവം ഉണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന നേതാവാണ് ഈ ഗോപകുമാർ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു മൊത്തത്തിൽ കണക്കെടുത്ത് നോക്കുമ്പോൾ കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ BJPക്ക് ഒരുപാട് സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അത് സാധ്യത വേണ്ട. അതെ, അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ അന്തർധാര CPM BJP അന്തർധാര. അവിടെയാണ് നമ്മൾ സംശയിക്കേണ്ടത്. ഒരു തവണ കൂടെ LDF അല്ലെ CPM അധികാരത്തിൽ വരണമെന്ന് BJP അതിയായി ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ തെറ്റു പറയാൻ പറ്റും. അതെ, കോൺഗ്രസ്സുകാർക്ക് വരണ്ടാന്ന് സ്വയം ആഗ്രഹിക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പുറത്തുള്ള ഇവർ വരുന്നത്. എടാ എനിക്ക് സീറ്റ് തന്നില്ല, നിങ്ങളാരും വരണ്ട, കോൺഗ്രസ്സുകാരൻ്റെ. BJPയുടെ പക്ഷേ ലക്ഷ്യം അതല്ല. BJPക്ക് കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട്. അവരുടെ ലക്ഷ്യം ഇപ്പം അവർക്ക് 1, 2, 10 സീറ്റ് കിട്ടിയോണ്ട് വലിയ കാര്യമുണ്ട്. 2031 അസംബ്ലി ഇലക്ഷൻ ആയിരിക്കും പ്രധാന ടാർഗറ്റ്. ആ സമയത്ത് ഞങ്ങൾ ഭരണം പിടിക്കും, അതാണ് അവരുടെ. അതിനോടകം മാക്സിമം കോൺഗ്രസ്സുകാരെ ഇപ്പുറത്ത് കൊണ്ടുവരണമെങ്കിൽ കോൺഗ്രസ് പ്രതിപക്ഷത്ത് വീണ്ടും പോകണം.
അവസാനം ഇവിടെ CPM-ഉം BJP-യും തമ്മിൽ ഡയറക്റ്റ് ഫൈറ്റ് വരും. അങ്ങനെ വന്നിട്ട് CPM-നെ പരാജയപ്പെടുത്തി ഞങ്ങൾ കയറി പോകാൻ. മാത്രമല്ല ഇപ്പം വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ ലീഗ് ഒന്നും ഇനി അവിടെ നിൽക്കില്ല, കളഞ്ഞിട്ട് പോകും. ഇല്ല, ലീഗ് നിൽക്കത്തില്ല, കേരള കോൺഗ്രസ് ആരും നിൽക്കില്ല. അടുത്ത തവണ കോൺഗ്രസ്സുകാരെ മാത്രമേ കാണത്തുള്ളൂ മത്സരിക്കും. കോൺഗ്രസ് ഒറ്റയ്ക്ക് അവിടുത്തെ മത്സരിക്കാനും പറ്റില്ല, ലീഗിന്റെ എല്ലാവരെയും സഹായത്തോടെ ജയിക്കാനും ലീഗ് ഉള്ളത് കൊണ്ട് മാത്രമാണ് കോൺഗ്രസ്. അത്രേ ഉള്ളൂ. ഈ കേന്ദ്രത്തിൽ നിന്ന് അവർക്ക് അത്യാവശ്യം മൂളയൊക്കെ ഉള്ള BJP-യുടെ നേതാക്കൾ കുറച്ചുകൂടെ നല്ലൊരു റിപ്പോർട്ട് ഇവിടുന്ന് കൊടുത്താൽ ലീഗിനെ എങ്ങനെ കൈപ്പിടിയിലാക്കാം, അല്ലെ എങ്ങനെ ന്യൂട്രലൈസ് ചെയ്യാം, എങ്ങനെ CPM-ൽ എത്തിക്കാം എന്നുള്ളതാണ് BJP-യുടെ ലക്ഷ്യം. അത് അങ്ങനെ ഒരു രീതിയിലൊരു മുന്നോട്ടൊരു പോക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കോൺഗ്രസ് ആകെപ്പാടെയുള്ള ഈ തളർത്ത് നിൽക്കുന്ന സ്ഥലവും ഇവിടെയും പിന്നെ തെലങ്കാനയുണ്ട് ഇല്ലേ, കർണാടകത്തിൽ പറയാനൊന്നും പറ്റില്ല, അവിടെ BJP ശക്തി ഉള്ളത് തന്നെയാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ BJP സത്യത്തിൽ തെരഞ്ഞെടുപ്പിൽ പങ്കാളിയാകുന്നതേ ഉള്ളൂ എന്നാണ് നമുക്കിപ്പോൾ തോന്നുന്നത്. അതെ അതെ, അത് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നമ്മൾ കരുതിയിരുന്നത് ഇവർ വളരെ ശക്തമായ തോതിൽ ജയിക്കാൻ വേണ്ടി തന്നെ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങുകയും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുകയും ചെയ്യുമെന്നാണ് പല മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരം ഉണ്ടാകും നമ്മൾ കരുതിയിരുന്നത്. പക്ഷെ നമുക്കും അങ്ങനെ തോന്നുന്നില്ല. ചില പ്രധാനപ്പെട്ട നേതാക്കളുടെ മണ്ഡലങ്ങൾ ഒഴിച്ചാൽ അവർക്കൊരു താല്പര്യമില്ലയോ തോന്നുന്ന രീതിയിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന 2-3 മണ്ഡലം, ബാക്കി എല്ലാം അവരെ കുട്ടിക്കളിയാണ്. BJP-യുടെ ഒരു എന്താ പറയുന്നത്, ഒരു സാന്നിധ്യം ഉറപ്പിക്കുന്നതിനപ്പുറം ഒന്നും ഉള്ളതായിട്ട് അതിലപ്പുറം ഒരു സീരിയസ്നെസ് ഒന്നും BJP-യുടെ നേതാക്കളുടെ ഭാഗത്തു നിന്നോ അവിടുത്തെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ ഒന്നും കാണുന്നില്ല. എല്ലാ പ്രവർത്തകർക്കും അമർഷമുണ്ട്. ഈ ഘടകകക്ഷികൾ സീറ്റ് അപ്രതീക്ഷിതമായിട്ട് വന്ന് കെട്ടിയിറക്കുന്നതിനകത്ത് ഈ BJP-യുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും നല്ല അമർഷമുണ്ട്. അത് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും BJP-യുടെ ആ ഒരു പ്ലാൻ അത് അവരെത്ര നിഷേധിച്ചെന്ന് പറഞ്ഞാലും എന്തൊക്കെയോ ഒരു ചുറ്റിക്കളി ഇതിനകത്തുണ്ട് എന്നുള്ളത് വളരെ സ്വാഭാവികമായി നമ്മൾ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായി മനസ്സിലാവുന്നതാണ്. അത് സാധാരണപ്പെട്ട പ്രേക്ഷകർ ചിന്തിച്ചാലും അറിയാം. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, BJP-യുടെ ആ ഒരു ചൂടും ചൂരും ഒന്നും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്തായാലും ഇനി 2ാം ഘട്ട സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം കൂടെ വരുന്നതോടെ BJP-യിലെ കൂടുതൽ പ്രശ്നങ്ങൾ മറനീക്കി പുറത്തു വരുമോ എന്നുള്ളത് കണ്ടറിയും.